മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെതിരെ രമേശ് ചെന്നിത്തല പക്ഷത്തിന്റെ നീക്കം. എറണാകുളം ജില്ലയിൽ പുതുമുഖങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷം പോലും പ്രതിപക്ഷ നേതാവിനില്ലെന്ന് ചെന്നിത്തല പക്ഷം. ഉമാ തോമസിന്റെ ഭൂരിപക്ഷം 50,000-ൽ കൂടുതൽ, വി.ഡിയുടെ ഭൂരിപക്ഷം 20,000 മാത്രം. വി.ഡിക്കൊപ്പം 5-ൽ താഴെ എം.എൽ.എമാർ മാത്രമാണ് ഉള്ളത്. എം.എൽ.എമാരുടെ പിന്തുണ ഇല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല എന്നും പ്രചാരണം. ബിനിൽ ലീല സാബു നൽകും വിവരങ്ങൾ. ബിനിൽ, എം.എൽ.എമാരുടെ പിന്തുണ ഇല്ലാതെ മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്ന് പറയുന്നു. ചെന്നിത്തല വിഭാഗമാണ് സതീശനെതിരെ നീങ്ങുന്നത്. ഭൂരിപക്ഷം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നീക്കം. പറയാം വിവരങ്ങൾ. അരുണ്യ, എറണാകുളം ജില്ല നോക്കിക്കഴിഞ്ഞാൽ 14 മണ്ഡലങ്ങളാണ് ഉള്ളത്. അവിടെ എല്ലായിടത്തും UDF ആണ് ജയിച്ചത്. അവിടെ ഭൂരിപക്ഷം കുറഞ്ഞത് പ്രതിപക്ഷ നേതാവ് മാത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിനെതിരെ ഒരു നീക്കം ചെന്നിത്തല പക്ഷം നടത്തുന്നത്. കഴിഞ്ഞ തവണ 21,301 ആയിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് പറവൂരിൽ. ഇത്തവണ അത് 20,600 മാത്രമാണ്. ചില നിസ്സാര വോട്ടുകളുടെ കുറവാണുള്ളതെങ്കിൽ കൂടി അത്തരം കുറവ് ആണ് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ചെന്നിത്തല പക്ഷത്തെ നീക്കമുള്ളത്. ഉമ്മാ തോമസിന്റെ ഭൂരിപക്ഷം 50,000-ന് മുകളിലാണ്. അങ്ങനെ പുതുമുഖങ്ങൾക്ക് പോലും ലഭിച്ച ഭൂരിപക്ഷം പ്രതിപക്ഷ നേതാവിന് കിട്ടിയില്ല. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നൊരു ചോദ്യമാണ്, ആ ഒരു പ്രചാരണമാണ് ഇപ്പോൾ ചെന്നിത്തല പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടത് KC വേണുഗോപാലിനെതിരെയും ആ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്, അതായത് KC വേണുഗോപാൽ ഇവിടേക്ക് വന്നാൽ, മുഖ്യമന്ത്രിയായി വന്നാൽ എവിടെ മത്സരിക്കും എന്നാണ് ചെന്നിത്തല പക്ഷം ചോദിക്കുന്നത്. മാത്രമല്ല, അവിടെ മത്സരിച്ചാൽ ജയസാധ്യത ഉണ്ടോ എന്നൊരു അങ്കലാപ്പും അദ്ദേഹത്തിനുണ്ട്. മറ്റൊന്ന്, ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് UDF-ന് തുണയാകുമോ, അല്ലെങ്കിൽ UDF ജയിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് KC വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ചെന്നിത്തല പക്ഷത്തിന്റെ ഒരു പ്രചാരണമുള്ളത്. എന്തായാലും MLA-മാരുടെ കൂടുതൽ പിന്തുണ KC പക്ഷത്തിനാണ്. KC വന്നില്ലെങ്കിൽ ആ പിന്തുണ ലഭിക്കുക വി.ഡിക്ക് ലഭിക്കില്ല, അത് രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും ആ പിന്തുണ ലഭിക്കുക. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നീക്കം 3 പക്ഷവും, ചെന്നിത്തലയും അതോടൊപ്പം തന്നെ KC-യും വി.ഡിയും, ആ 3 പക്ഷങ്ങളും സജീവമായി തന്നെ ഈ ചരടുവലികൾ നടത്തുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവിടേക്ക് AICC നിരീക്ഷകരെത്തും, MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ ചിത്രത്തിലേക്ക് കാര്യങ്ങൾ പോവുക. അരുണ്യ, സതീശന് ഭൂരിപക്ഷം കുറവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നീക്കത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയുടെ തടയിടൽ. രമേശ് ചെന്നിത്തല പക്ഷത്തിന്റെ തടയിടൽ. ബിനിൽ ലീല സാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.